ആലോചിക്കുമ്പോൾ തന്നെ ചിരി വരാം. എനിക്ക് ഗൂസ് ബംസ് വരാം. ഇത് പറയാൻ പറ്റുന്നില്ല, അത്രയും സന്തോഷമുണ്ടായി. എൻ്റെ ഡെലിവറി ഒരു യുണീക്ക് പീസാണ്. നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കുന്ന ഡെലിവറി വ്ളോഗ്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കി നോക്കും. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന്. ഹലോ, വെൽക്കം ടു ന്യൂ വീഡിയോ ഓഫ് ഫ്ലവർഫുൾ ജേർണി ഓഫ് സ്വാതി. എനിക്ക് അന്ന് ബേബി ഉണ്ടാവുന്നത്, മോളുണ്ടാവുന്നത് ഏപ്രിൽ 25-ാം തീയതിയാണ്. അപ്പോൾ അന്ന് പുലർച്ചെ ഒരു 4:15 ഞാൻ എണീറ്റത് നല്ല മൂത്രശങ്ക ഉണ്ടായിട്ടാണ്. മൂത്രം ഒഴിക്കാൻ വേണ്ടി എണീറ്റ്. അപ്പം അങ്ങനെ പതുക്കെ എണീറ്റ് ഞാൻ യൂറിൻ പാസ് ചെയ്ത് വന്നപ്പം ചെറുതായിട്ട് പെയിൻ വരുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യാം എന്ന് വെച്ചു. അപ്പോൾ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതപ്പോഴും ലേബർ പെയിൻ ആണെന്നൊന്നും എനിക്ക് തോന്നണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തലേന്ന് വ്യാഴാഴ്ച ഹോസ്പിറ്റലിൽ പോയതാണ്, PV ചെയ്തതാണ്, ഡോക്ടർ ചെക്ക് ചെയ്തതാണ്, ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് നല്ല ക്ഷീണമുണ്ട്, നടുവേദനയുണ്ട്, കൺട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കൺട്രാക്ഷൻ്റെ പിന്നാലെയുള്ള പെയിൻ ഇതൊന്നും അങ്ങ് എന്താ പറയുക, ലോജിക്കലി ഒന്നും ശരിയാവണില്ല. ഈ പറയുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്, നല്ല അസ്വസ്ഥതയുണ്ട്. പക്ഷെ ഒന്നും ലേബറിനോട് അടുത്തിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് ഒന്നും ഫീൽ ചെയ്യണില്ല. അങ്ങനെ അവസാനം എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത് എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ എന്താ ഇനി സ്വാതിക്ക് അഡ്മിറ്റ് ആവണോ എന്നൊക്കെയുള്ള രീതിയിലാണ് ചോദിക്കണത്. ഇനിയിപ്പോൾ എനിക്കൊരു സമാധാനത്തിന് വേണമെങ്കിൽ അഡ്മിറ്റ് ആവാം എന്നൊക്കെ ആയപ്പോൾ അപ്പം ഞാൻ വേണ്ട, ഞാൻ വന്നോളാം എന്നുള്ള രീതിയിൽ തിരിച്ചു പോരുക ചെയ്തു വ്യാഴാഴ്ച. അങ്ങനെ ഇപ്പോൾ അപ്പോഴും വിചാരിക്കണില്ല ലേബർ പെയിൻ ആയി എന്നുള്ള രീതിയിലേ. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. ഒരു 4:30 കൂടി എനിക്കിങ്ങനെ പെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് നോട്ട് ചെയ്യാൻ തുടങ്ങി. ഫ്രീക്വൻസി കൂടുന്നുണ്ടോ, ടൈം ഇൻ്റർവെൽസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കിയപ്പം ഒരു 30 സെക്കൻഡ് ഡിഫറൻസിൽ ഫ്രീക്വൻസി ഉണ്ട്. ആയി തുടങ്ങി എന്ന് എനിക്ക് മനസ്സിലായി. ലേബർ പെയിൻ ആണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴും ഞാനിതിങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആരോടെങ്കിലും വീട്ടിലുള്ളവരോട് പറയണമെന്നോ അവരറിയിക്കണമെന്നോ ഒന്നും എനിക്ക് ഫീൽ ആവണില്ല. ഞാൻ ഈ പെയിൻ ഇങ്ങനെ സഹിച്ചോണ്ടേ നടക്കുക. ഞാൻ ആരോടും പറയണില്ല എനിക്ക് പെയിൻ ഉണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം, എന്തോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുക. അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരു കെയർ വേണമെന്നോ ഒന്നും എനിക്കില്ല. ഞാനിങ്ങനെ ഈ പെയിനും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം എനിക്ക് ഇപ്പോൾ ഒരു നോർമൽ ഡെലിവറി കഴിഞ്ഞതിൻ്റെ ബേസിൽ എനിക്ക് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണയുണ്ട്. നമുക്ക് പെയിൻ വന്നു അപ്പം തന്നെ പ്രസവിക്കില്ല എന്നൊക്കെയുള്ളൊരു സാധനം ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ നല്ല രീതിയിലുള്ള ധൈര്യം തന്നിട്ടുണ്ട്. അതെൻ്റെ ഡോക്ടറുടെ കഴിവ് തന്നെ കേട്ടോ. ഡോക്ടർ ശോഭന മോഹൻദാസ് ആളെനിക്ക് നല്ല രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എന്തായാലും ഡെലിവറി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിന് ശേഷമാണ് യൂട്രസ് ഫുള്ളായിട്ട് വികസിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഡെലിവറി നടക്കുള്ളൂ, കുട്ടി പുറത്ത് വരുള്ളൂ. ഈ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ മൈൻഡിൽ ക്ലിക്ക് ആവുന്നുണ്ട്. അതുകൊണ്ടാവാം എനിക്ക് ആരും വിളിക്കാനോ ആരും ബുദ്ധിമുട്ടിക്കാനോ ഒന്നും തോന്നണില്ല ആ സമയത്തൊന്നും. അങ്ങനെ ഞാനിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരു 5:45 4:30 തുടങ്ങിയ പെയിനാണേ. 5:45 അച്ഛൻ എഴുന്നേറ്റ് വന്നു. അച്ഛൻ എന്നെ കണ്ടു. ഫുൾ ലൈറ്റ്സ് ഒക്കെ ഓണാണ്. ഞാൻ അച്ഛനോട് അപ്പോഴും പറയണില്ല എനിക്ക് പെയിൻ ഉണ്ട്, പറയണില്ല. ഇത് പറഞ്ഞാലല്ലേ അവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഞാനിത് പറയണില്ല. അപ്പോൾ അച്ഛൻ എന്നെ നോക്കി, എന്തോ വശപ്പശക്ക് അച്ഛന് ഫീൽ ചെയ്തു. അപ്പം അച്ഛൻ ചോദിച്ചു എന്താണ്ടായേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ പറയണത് എനിക്ക് വേദന ഉണ്ട്. അച്ഛൻ അപ്പം ചോദിച്ചില്ലെങ്കിൽ അപ്പോഴും ഞാൻ മിണ്ടില്ല കേട്ടോ. അമ്മ വന്ന് നോക്കി വെയിറ്റ് ചെയ്യാണ്. അപ്പം അച്ഛൻ നേരെ ചെന്ന് അമ്മയെ വിളിച്ചു. 6 മണിയാകുമ്പോഴത്തേന് അമ്മ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു വേദന തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അമ്മ ശരി നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ 4:30 തൊട്ട് തുടങ്ങിയ സംഭവമാണ് എന്നൊന്നും ഞാൻ പറയണില്ല. അപ്പോഴൊന്നും ഞാൻ പറയണില്ല. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കട്ടൻ ചായ വേണം, ചൂട് ചായ വേണം. അപ്പം അത് കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചൂടുവെള്ളം വേണം, കുളിക്കാൻ ചൂടുവെള്ളം വേണം. അപ്പോഴത്തേനും അമ്മ ഹോസ്പിറ്റലിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്പീഡ് എന്നോട് അങ്ങനെ സംസാരിക്കണമെന്നില്ല.
എനിക്ക് അങ്ങനെ ഒരു സാധനം വേണം, എൻ്റെ അടുത്ത് ആരെങ്കിലും വേണം എന്നുള്ളൊരു ഒരു ഒരു ഇത് ഞാനും കാണിക്കണില്ല. ഞാനിങ്ങനെ വേദന സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിടയ്ക്ക് അയ്യോ അമ്മേ എന്നുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട്. അമ്മ ഫുൾ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരുന്ന സംഭവങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നമ്മളൊരു 7 മണിയോട് കൂടി ഹോസ്പിറ്റലിലോട്ട് പോയി. 7 മണി 7:15 കൂടി ഹോസ്പിറ്റലിലോട്ട് പോയി. ആ പോകുന്ന വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ വിചാരിച്ച പോലെയൊന്നും എത്താൻ പറ്റുന്ന ഒരു സാധനമൊന്നല്ല. വളഞ്ഞ വഴി കൂടിയൊക്കെ എങ്ങനെയൊക്കെയോ ഹോസ്പിറ്റലിലെത്തി. ഒരു 1 മണിക്കൂറോടുകൂടി നമ്മൾ ഹോസ്പിറ്റലിലെത്തി. കാഷ്വാലിറ്റി കയറി കണ്ടപ്പം അവിടുത്തെ ഡോക്ടേഴ്സിന്റെ മുഖമൊക്കെ വല്ലാണ്ടായി തുടങ്ങി. അവരതോടുകൂടി കാര്യങ്ങളൊക്കെ തിരിഞ്ഞു മറിയായിരുന്നു. അത്രയും നേരം ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഡോക്ടേഴ്സൊക്കെ ടെൻസ്ഡാണ്. അപ്പം തന്നെ കാഷ്വാലിറ്റിയിൽ നിന്ന് നേരെ ഞാൻ പോയത് ലേബർ റൂമിലോട്ടാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇതിപ്പോ ഒരു എക്സെപ്ഷണൽ കേസ് ഓഫ് ഡെലിവറി സ്റ്റോറിയാണ്. നേരെ ലേബർ റൂമിലോട്ട് കയറി. അവിടെ എത്തി അവർ PV ചെയ്തു. സ്റ്റാഫൊക്കെ വന്ന് PV ചെയ്ത് ഇവരെല്ലാവരും സ്വകാര്യം പറച്ചിലാണ്. എന്നെ പരമാവധി കാര്യങ്ങളൊന്നും അറിയിക്കണില്ല. പക്ഷെ ഇവരുടെ ഒക്കെ മുഖത്തെ ടെൻഷൻ കാണുമ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. കുറച്ച് സീരിയസ് ആണ് എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സെർവിക്സ് എത്രത്തോളം ഓപ്പൺ ആയിട്ടുണ്ട് എന്നൊക്കെ ഇവർ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുറച്ചും കൂടി നേരത്തെ എത്തേണ്ടതായിരുന്നു, കുറച്ചും കൂടി നേരത്തെ ലേബർ റൂമിലോട്ട് കയറേണ്ടതായിരുന്നു. ഇവർ നല്ല ടെൻഷനിലാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇവർ എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, മുടിയൊക്കെ കെട്ടി വെക്കുന്നുണ്ട്, പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഈ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം എല്ലാം വളരെ 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 ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അന്യായ ടെൻഷൻ. ആ ഒരു രീതിയിൽ കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കാം. അപ്പം അതിനിടയ്ക്ക് എനിക്ക് ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ ലൈനിലുണ്ട്, സ്വാതിയോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ശരി. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് സംസാരിച്ച, സ്വാതി പേടിക്കണ്ട, ഞാൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്കെന്ത് ടെൻഷൻ, എനിക്ക് വേദന മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം എനിക്ക് ടെൻഷനൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പേടിക്കേണ്ട, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ വേണ്ട പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തോളും. അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ അവിടെ? ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് അപ്പോൾ KP എത്തിയിട്ടില്ല. ഞാൻ കയറുന്നവരെ KP എത്തിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കറിയില്ല, പുറത്തുണ്ടോ അറിയില്ല. ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ഞാനപ്പോൾ വേഗം എത്താം, പേടിക്കാതിരിക്കുക, വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവരതുപോലൊക്കെ ചെയ്തോളും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരി, ഓക്കെ ഡൺ എന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തു. അപ്പം ഞാൻ അതിനിടയ്ക്കൊരു നേഴ്സിൻ്റെ അടുത്ത് സമയം ഞാൻ ചോദിച്ചു. അപ്പം നമ്മളവിടെ എത്തിയത് ഒരു 8:15 സമയത്താണ്. അങ്ങനെ അപ്പം എത്രയായി സമയമൊന്നും അറിയില്ല. സ്വാതിയുടെ പിന്നാലെ നിൽക്കല്ലേ ഞങ്ങൾക്ക് ഇപ്പോൾ സമയം നോക്കാനുള്ള നേരമൊന്നുമില്ല പറഞ്ഞു. അപ്പോൾ ശരി, എന്തേലാവട്ടെ, നമ്മളിപ്പോൾ എത്ര നേരമായെന്നൊന്നും അറിയാത്തോണ്ടേ അങ്ങനെ ഡ്രസ് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഒരു നേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, സ്വാതി ഈ പെയിൻ തീരുമ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള ആ ബെഡിലോട്ട് എത്തണം കേട്ടോ. ശരി എന്ന് പറഞ്ഞു. എത്തണേ പെയിൻ, അപ്പോൾ കറക്റ്റ് എത്തണേ പെയിൻ അപ്പോൾ തീരുമ്പോൾ തന്നെ പറയണം, നമുക്ക് എന്തായാലും അവിടെ എത്തണം, അടുത്ത പെയിൻ വരുമ്പോഴത്തേനും അവിടെ എത്തണം. അപ്പോൾ എനിക്ക് ചെറിയൊരു പേടി, ഇതെന്തപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണാവോ? കാരണം എനിക്ക് ആ ബെഡ് അവർ കാണിച്ചു തന്ന ആ ബെഡ് എനിക്ക് കാണാം, കുറച്ച് ദൂരമേ ഉള്ളൂ. അത്രയും ദൂരം എനിക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനുള്ളതെന്നാണ് അവരുടെ ഒരു കണക്ക് കൂട്ടലേ. അപ്പം എനിക്ക് ചെറിയൊരു പേടി വന്നു. അപ്പം ഞാൻ പെയിൻ മാറിയപ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് ഇപ്പം പെയിനില്ല, നമുക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നടന്ന അവിടെ എത്തി. അപ്പോഴത്തേനും ഡോക്ടർ എത്തി. എന്താ സ്വാതി എന്ന് വെച്ചു ഡോക്ടറെ. അപ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. പെയിൻ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴത്തേനും KP അവർ കയറ്റി. KP എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. ഞാൻ KP ഒന്നും കണ്ടിട്ടില്ല കേട്ടോ.
അപ്പം എനിക്ക് പെയിൻ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ആരൊക്കെ എൻ്റെ ചുറ്റുമുള്ളതെന്നൊന്നും എനിക്ക് കാണാൻ പറ്റണില്ല. ഫുൾ ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണ്. അപ്പം ആരോ എൻ്റെ ഇവിടെ ഇങ്ങനെ ഉഴിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ആരാണെന്ന് നോക്കാനൊന്നും പറ്റണില്ല, അത്രയും വേദന. അപ്പം എൻ്റെ ചെവിയിൽ വന്നിട്ട് ഒരാള് അപ്പം എനിക്ക് മനസ്സിലായി കെപി വന്നിട്ട് എൻ്റെ അടുത്ത് പറയാണേ എന്താണ്, എനിക്ക് തല കറങ്ങി കഴിഞ്ഞ് ഞാൻ നിൽക്കില്ല കേട്ടോ, അവിടെ ഞാൻ പോവും. ഈശ്വര, എനിക്ക് ധൈര്യം തരാൻ വേണ്ടി വന്ന ആൾ എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രസവിക്കണേൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന എനിക്ക് ധൈര്യം തരാൻ വന്ന ആളെ എൻ്റെ അടുത്ത് പറയാം, ഈ ആളെയും കൂടി ഞാൻ ഏറ്റെടുക്കേണ്ട ഒരവസ്ഥ. ഈശ്വര, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഞാൻ ഈ അടുത്തൊരു റീല് കണ്ടു. എന്താണ്, ഭാര്യയുടെ ഡെലിവറി കാണാൻ വന്ന ഭർത്താവ് തലക്കറങ്ങി അവിടെ തൊട്ടടുത്ത് കിടക്കുന്നു. അപ്പൊ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഭാര്യ ആ ഒരു സെൽഫി എടുത്തിട്ട് പോസ്റ്റ് ചെയ്തേക്കണു എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ഫണ്ണി വീഡിയോ. അതുപോലെ ആവോ എൻ്റെ അവസ്ഥ എന്ന് ഞാൻ ഒന്ന് ചിന്തിച്ചു പോയി. കെപിക്ക് എൻ്റെ അത്ര പോലും ധൈര്യമില്ലാത്ത ആളാണ്. ഞാനപ്പോൾ എന്തേലും വരട്ടെ എന്നുള്ള രീതിയിൽ ഇരുന്നു. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ എൻ്റെ ഡെലിവറി നടന്നു. ഈശ്വര, അത്രയും നേരം ഉണ്ടല്ലോ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത്രയും നേരം എന്താ പറയാ, ആ വേദനയൊക്കെ സഹിച്ചിട്ടുണ്ടല്ലോ. മോളുടെ മുഖം കണ്ടപ്പോ പെട്ടെന്ന് എൻ്റെ മുഖത്തൊരു ചിരി വന്നു. എനിക്ക് ആ നേരത്തുണ്ടായ ഒരു സന്തോഷം അയ്യോ പറഞ്ഞറിയിക്കാ പറ്റില്ല. എന്ത് സന്തോഷം എനിക്ക് വന്നേ. അപ്പൊ എനിക്ക് ഗൂസ് ബംസ് വരാം, ഇപ്പൊ പറയാൻ പറ്റണില്ല, അത്രയും സന്തോഷം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ അന്ന് ഹോസ്പിറ്റലിൽ എത്തുന്നത് ഒരു 8:15 8:15 എത്തി. 9:50 മോള് വന്നു. അപ്പൊ ഇതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറെ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. എല്ലാവരുടെ ഡെലിവറി വീഡിയോസിലും കാണുന്ന പോലെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി, അഡ്മിറ്റായി, അങ്ങനത്തെ ആ ഒരു രീതിയിലൊക്കെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഒന്നും കിട്ടിയില്ലല്ലോ. കാഷ്വാലിറ്റി ചെന്നപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ തകിട്ടം മറഞ്ഞു. നേരെ ലേബർ റൂമിലോട്ട് കയറ്റി. അപ്പോൾ അവിടുത്തെ സംഭവങ്ങളൊന്നും തന്നെ എടുക്കാൻ പറ്റില്ല. അവരുടെ അടുത്തിന് ഇത് വ്ളോഗറാണ്, വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കൂടി പോവും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനൊന്നും പറയാനൊന്നും നിന്നില്ല. കാരണം അവർ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. അവരെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ നടന്നിരുന്നതേ. അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കലൊന്നും പോസിബിൾ ആയിരുന്നില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, ചെടപടേന്നായിരുന്നു. അതുകൊണ്ട് ഒന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, സോറി, ക്ഷമിക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ ഡെലിവറി വീഡിയോ. എനിക്ക് കാര്യങ്ങൾ പറയാനേ ഉള്ളൂ, എക്സ്പീരിയൻസ് ഒന്നും കാണിക്കാനില്ല. എല്ലാവരുടെ വീഡിയോസിലുള്ള പോലെ ഹസ്ബൻഡ് ഫുഡ് വരുത്തരുന്നതോ അല്ലെങ്കിൽ നടത്തിക്കുന്നതോ എക്സസൈസ് ചെയ്യാൻ സഹായിക്കണതോ വീട്ടുകാരുടെ കൂടെയുള്ള സംഭവങ്ങളോ ഒന്നും തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് കാണിക്കാനില്ല. കാരണം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ എല്ലാവരും സഹകരിച്ച് വീഡിയോ കണ്ട് കമൻസ് ഒക്കെ ഇട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഒരു ചെറുതല്ല, വലിയൊരു സന്തോഷമാണിത്. ഈ ഒരു വലിയ സന്തോഷം ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ എന്നെ സഹിച്ചിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.